ഹായ് ഗൈസ്, വെൽക്കം ടു ക്രിയേറ്റീവ് വേൾഡ്. ഇന്നിപ്പോൾ കാണിക്കുന്നത് വാട്ടർമെലൺ കൊണ്ടുള്ള ഒരു ഐസാണ്. വത്തക്ക ഐസ്. വത്തക്കയ്ക്ക് ചില സ്ഥലത്ത് തണ്ണിമത്തൻ എന്നാണ് പറയുക. പിന്നെ ഐസിന് കുൽഫി എന്ന് പറയും. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഐസാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല നേച്ചുറൽ ആയിട്ടുള്ള ഐസ്. പുറത്തൊന്നും പോവാതെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാം. വത്തക്കൻ്റെ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം വത്തക്ക എടുക്കുക. അതിനെ എന്നിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കുരു പോക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കണം, കട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ വത്തക്ക കഷ്ണങ്ങൾ കുരുവൊക്കെ പോക്കി വെച്ചത്, പിന്നെ കുറച്ച് പാല്, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. ഒരു 1/4 കപ്പ് പാല് മതി. ഇനി ഈ പാല് കുറച്ച് ഇതിലേക്ക് പാത്രത്തിലേക്ക് വത്തക്കേൻ്റെ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി പഞ്ചസാര ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു പൊടിയുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ഐസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ വേണം, എന്നാലേ മധുരം അതിൽ പിടിക്കുള്ളൂ. ഇപ്പം പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അതിലിങ്ങനെ അലിയാൻ വേണ്ടിയിട്ട്, അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് വെക്കുക. പിന്നെ ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഈ വത്തക്ക മിക്സ് ചെയ്ത് വെച്ച എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുക. ജാറിൽ ഒഴിച്ചിട്ട് ഇപ്പം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഈ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു മോൾഡാണ്. ഐസ് നല്ല ഷേപ്പായി വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മോൾഡാണ്. അപ്പം മോൾഡ് നമ്മൾ കയ്യിലില്ലെങ്കിൽ വീട്ടിലത്തെ ഗ്ലാസ്സോ ചെറിയ ഗ്ലാസ് ഉണ്ടാവും, ആ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് ഐസ് ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുക. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ വുഡൻ സ്റ്റിക്കാണ്. ഈ വുഡൻ സ്റ്റിക്ക് ഇവിടെ മാർക്കറ്റിലെല്ലാം കിട്ടും. അതുപോലെ തന്നെ മോൾഡും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മാർക്കറ്റിലും നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഈ ഒരു വ്രാപ്പറാണ്. ഇത് അലുമിനിയം വ്രാപ്പർ. അത് വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. അത് അലുമിനിയം വ്രാപ്പർ നമുക്ക് മാർക്കറ്റിൽ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അത് സ്റ്റിക്ക് കറക്റ്റ് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്രാപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വ്രാപ്പർ ഇല്ലെങ്കിലും നമുക്ക് സ്റ്റിക്ക് കറക്റ്റ് വെക്കാൻ പറ്റും. അതിന് ഇത് ഫ്രീസറിൽ ഒരു 1 അവർ കഴിയുമ്പോൾ തന്നെ കുറച്ച് നല്ലോണം ഫ്രീസ് ആകും. ആ സമയത്ത് നമുക്ക് സ്റ്റിക്ക് വെച്ചത് ഒന്ന് സെൻറ്ററിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിക്ക് നല്ലോണം നിൽക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്രാപ്പർ വെച്ചിട്ട് വ്രാപ്പർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഈ വ്രാപ്പറും മോൾഡും സ്റ്റിക്കുമാണ് ഇല്ലെങ്കിൽ എക്സ്ട്രാ വേണ്ടത്. ആ ഒരു ഐസിൻ്റെ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ഷേപ്പ് കിട്ടാൻ വേണ്ടി. അല്ലാതെ നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി സ്റ്റിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ സ്റ്റിക്കും ഇതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ സെൻറ്ററിൽ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് വെക്കുക. എന്നിട്ട് ഇത് ഒരു 6 അവർ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ ഫ്രീസായിട്ട് നല്ല ഐസായിട്ട് നമുക്ക് കിട്ടും. അപ്പം 6 മണിക്കൂർ ഇങ്ങനെ വെക്കണം. ഇത് 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം.
അപ്പം നല്ല ഐസായിട്ട് കിട്ടും. അതിന് 6 അവർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഇത് ഇനി 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. ഇനി അത് ഇപ്പോൾ നല്ലപോലെ ആയി വന്നതാണ്. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഐസ്. നല്ലപോലെ ഐസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം ഐസ്. അതിന് പെട്ടെന്ന് നമുക്ക് ഐസ് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, നല്ല തണുപ്പുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, അതിനുള്ള ഒരു ഐഡിയ ആണ്, ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് താഴ്ത്തി എടുക്കുമ്പം നമുക്ക് പുറത്തേക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ അടുത്തതും ഇതുപോലെ തന്നെ എടുക്കുക. ലാസ്റ്റുള്ള എങ്ങനെയാണ് ഞാൻ ഗ്ലാസ്സിൽ വെള്ളത്തിലാക്കിയതെന്ന് കാണിക്കാം. അപ്പോൾ വേഗം നമുക്ക് മുകളിൽ നിന്ന് പുറത്തേക്ക് ഐസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ വത്തക്കൻ്റെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക ഐസ്. ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഇന്ന് തന്നെ കഴിച്ചു നോക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് പോയി നമുക്ക് ഐസൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത്രയും കുറച്ച് സാധനങ്ങളും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല നേച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ടിനെ കൊണ്ടുള്ള ഐസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക, ഇന്ന് തന്നെ കഴിച്ചു നോക്കുക തന്നെ. ഓക്കെ ദെൻ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഉള്ള വീഡിയോസൊക്കെ കാണുക. Okay then guys, thank you so much. Keep watching. See you again. Okay, bye then.